മനസ്സിലാം. മോഹൻലാൽ നായകനായി എത്തിയ തുടരും 7-ാം ദിനം എങ്ങനെ പോകുന്നു എന്നുള്ളത് നോക്കാം. ഇന്ന് മെയ് ദിനത്തിൽ റെക്കോർഡ് കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിലുമായിട്ട് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 6-ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ അതുവരെയുള്ള 6 ദിവസത്തെ കളക്ഷൻ വരുന്നത് 40 കോടിക്ക് മുകളിൽ എന്നുള്ളതാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 10,52,000 രൂപ വരുമ്പോൾ ഓവർസീസിൽ നിന്ന് 56.17 കോടി, മൊത്തം 106.72 കോടിയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. സിനിമയുടെ നമുക്ക് ഇനിയും 7-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലാം. ഇതുവരെ നമുക്ക് ലഭ്യമായിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നലെ ട്രാക്ഡ് കളക്ഷൻസിലൂടെ ലഭിച്ചിരുന്നത് ഏകദേശം 4 കോടിക്ക് മുകളിലാണ് ട്രാക്ഡ് കളക്ഷൻസ് മാത്രമായിട്ട്. ഇന്നത്തെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ 1633ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 3,62,950ഓളം ടിക്കറ്റുകൾ ആണ് ട്രാക്കേഴ്സ് പറയുന്നു വിറ്റുപോയിരിക്കുന്നതെന്ന്. ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കണക്കുകൾ 5,85,00,000 രൂപ, അതായത് ഇന്നലത്തെ സമാനമായി ഇന്നലത്തെ ഫുൾ കളക്ഷൻ്റെ റേഞ്ചിലാണ് നിൽക്കുന്നത്. അതായത് ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഏറെക്കുറെ ഒരു 6,50,00,000 രൂപയോളമായിരിക്കാം ട്രാക്കേഴ്സ് ഫൈനൽ വരാൻ പോകുന്നത്. അതായത് സിനിമ 7 കോടിയോളമായിരിക്കും ഇന്നത്തെ കളക്ഷൻ എത്താൻ പോകുന്നത്. ഇതിനോടകം തന്നെ വലിയ രീതിയിൽ സിനിമയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള അമ്മാതിരി ഒരു കൊടൂര തൂക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ വരുന്ന ദിവസങ്ങളിലും പ്രീസെയിൽ ഗംഭീരമായി പോകുന്നു. ഇന്ന് പല സിനിമകൾ റിലീസുണ്ടായിട്ടും ഈ പറഞ്ഞ പോലെ തുടരും എന്ന ചിത്രത്തിന് യാതൊരു അതിനെ ഏച്ചുന്ന ലെവലിലൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തായാലും ബോക്സ് ഓഫീസിൽ അജയനായി തന്നെ ഈ സിനിമ കുതിച്ച് ഉയരുകയാണ്. സർവ്വകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം 5,32,00,000 രൂപയായിരുന്നുവെങ്കിൽ 2-ാം ദിനം 7 കോടിയും 3-ാം ദിനം 8,20,00,000 രൂപയും 4-ാം ദിവസം 6,90,00,000 രൂപയും 5-ാം ദിനം 6,38,00,000 രൂപയും വന്ന സിനിമ 6-ാം ദിവസം ഏകദേശം 6,10,00,000 രൂപയ്ക്ക് മുകളിലാണ് വന്നത്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ പോകുന്നു. ഇന്ന് 7 കോടിക്ക് മുകളിലേക്ക് പോകുമ്പോൾ അത് മറ്റൊരു തരംഗമായി മാറുകയാണ്. ഇതിനോടകം തന്നെ സിനിമ 120 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇന്നത്തെ കളക്ഷൻ ഡീറ്റെയിൽസ് പുറത്തുവിടുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമായി 7 കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 13 കോടിക്ക് മുകളിലും എത്തും എന്നുള്ള ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് 12,466ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 28 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് പറയുന്നു. കേരളത്തിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത് ട്രാക്കേഴ്സ് പറയുന്നു 44 കോടിയോളം ആണ് എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ കളക്ഷനോടെ നമുക്കറിയാം 44 അല്ല 47 കോടിയിലേക്ക് എത്തും. അതായത് നാളെ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി സിനിമ തൂക്കും. ഇതുവരെയുള്ള ഓക്യുപ്പൻസി 81%. ഈ ഒരു മെയ് ദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു സിനിമയ്ക്ക് 276ഓളം ഹൗസ്ഫുൾ ഷോകളും 389ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും 949ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളും. ബുക്ക് മൈ ഷോ നോക്കിക്കഴിഞ്ഞാൽ എങ്ങും റെഡ് അല്ലെങ്കിൽ റെഡ് അലേർട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അതിപ്പോൾ കേരളം എടുത്താലും കേരളത്തിന് പുറത്തെടുത്താലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരേ രീതിയിൽ തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് വന്ന ഈ ഒരു സിനിമ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ചിലപ്പോഴൊക്കെ ചില സിനിമകൾ വരുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾക്ക് ഒരു ഇടിവ് വരാം. പക്ഷേ ഇവിടെ അതും നടക്കുന്നില്ല എന്നുള്ളതാണ്. അമ്മാതിരി ഒരു കൊടൂര തൂക്ക് തന്നെയാണ്. ഈവനിങ് നൈറ്റ് ഷോസിന് എങ്ങും തന്നെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. പിന്നീട് എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യുന്നിടത്ത് മാത്രമാണ് നമുക്ക് ഇന്ന് ടിക്കറ്റ് കാണാൻ കഴിയുന്നത്. അതുപോലെ ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും അല്ലെങ്കിൽ ഈവനിങ് ഷോസിനൊക്കെ അമ്മാതിരി തിരക്ക് തന്നെയാണ്. ഒരു രക്ഷയും ഇല്ലാത്ത ലെവലിലുള്ള തിരക്ക് തന്നെയാണ്. അത് ഹൈദരാബാദ് എടുത്താലും ചെന്നൈ എടുത്താലും ഒക്കെ നമുക്ക് ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും റെഡ് അലേർട്ട് അടിച്ചാണ് സിനിമ പോകുന്നത്. ഒരു മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. ദാൽസലാം.